ഞങ്ങൾ 16-ാം വളവിൽ ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. 16-ാം വളവിൽ ഞങ്ങൾ അവിടെ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളെ മുമ്പ് കൂടാണ് പിന്നെ ഓല് പാസ് ചെയ്ത് പോണത്. പക്ഷെ അന്നേരമൊക്കെ ഓരോരുത്തർ ചായൻ്റെ പാത്രവും അതൊക്കെ ഓരോരുത്തുണ്ട്. ചായൻ്റെ പാത്രം ഓരോരുത്തുണ്ട്. സ്ത്രീകളാണ് ഒരു കൂടുതൽ തെന്നിപ്പോയി. കാരണം അവിടെ ആ ഡിവൈഡർ അത്ര വലുപ്പമില്ല. ആ ഡിവൈഡർ വന്ന് വണ്ടി നേരെ താഴേക്കാ പോണത്. പക്ഷെ അസമയത്തൊരു ശബ്ദം കേട്ടു, വണ്ടിയിലുണ്ടായ ആളുകളുടെ ശബ്ദം. പിന്നെ കേൾക്കുന്നത് വണ്ടി വീണ ശബ്ദമാണ് കേൾക്കണത്. അപ്പോൾ തന്നെ അവിടെ കൂടിയ യാത്രക്കാരൊക്കെ ആണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുകയാണ്. നമ്മളെത്തും. കാരണം നമ്മളൊന്നും കൈ വരെ പൊന്തണില്ല, വിളിക്കാൻ കഴിയണില്ല, നടക്കാൻ കഴിയാത്ത മാതിരി പോയി. അത്രയും ഒരു വിഷമഘട്ടമാണ്. പക്ഷേ മറ്റേ തമിഴ്നാട് പോലീസ് അവിടെ ഫോറസ്റ്റാണ് ഫസ്റ്റ് അവിടെ എത്തുന്നത്. ഫോറസ്റ്റാണ് അതിന് ഇൻഫർമേഷൻ കൊടുക്കണത്. മുകളിൽ നിന്നാണ് ആംബുലൻസ് 108-ൻ്റെ ആംബുലൻസ് 5 എണ്ണം വരുന്നത് മുകളിൽ നിന്നാണ്. പിന്നാണ് അവിടുന്ന് ആ സംഗതികളൊക്കെ KSRTC ബസ്സിൽ ഉണ്ടായിരുന്ന KSRTC കണ്ടക്ടർമാരൊക്കെയാണ് ഈ സംഗതികളൊക്കെ അവിടുന്ന് ചെയ്തിട്ടുണ്ടാക്കിയത്. അല്ല, ഞാൻ ടൂറ് പോയതാണ്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ടൂറ് പോയതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ പൊള്ളാച്ചി വഴി നമുക്ക് തിരിച്ചു പോരാന്നുള്ളത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. ഞങ്ങൾ എൻഫീൽഡിലാണ് പോയത്. അപ്പോഴാണ് ഈ സംഭവം നമ്മൾക്ക് കണ്ടത്. പക്ഷെ ഭയങ്കര കഷ്ടമാണത്. അതിൽ ഒരു പെൺകുട്ടിക്ക് അതിന് മാത്രം പരിക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടി ഇരുന്നിട്ടുണ്ട്. പക്ഷേ കൂടുതലും സ്ത്രീകൾ കിടക്കുകയാണ്. അതിൽ കൂടുതൽ സ്ത്രീകളും എത്താൻ സാധ്യത കൂടുതലാണ്. ആ കണ്ട കാഴ്ചയിൽ അതെ 16-ാം വളവിൽ ഞങ്ങൾ അവിടെ സെൽഫി എടുക്കാൻ വേണ്ടി നമ്മൾ നിന്നപ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ മുമ്പ് കൂടെ പോണത്. പിന്നെ ഞങ്ങൾ 14-ൽ എത്തുമ്പോഴാണ് നമ്മളൊരു ശബ്ദം കേൾക്കുന്നത്. 13-നാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളുടെ മുന്നിലായിരുന്നു ആ വാഹനം ഉണ്ടായിരുന്നത്? അതെ. ഞങ്ങളൊരു 4-5 വാഹനത്തിന് മുമ്പിലാണ് ഈ വാഹനം ഉണ്ടായിരുന്നത്. ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് റിപ്പോർട്ടറിന് ആ സമയത്ത് ഞാനത് അവിടെ വിളിച്ചു. ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചത്. അത് അവിടെ ഉള്ള ഒരു ഫയർഫോഴ്സ് പോലീസിൻ്റെ കയ്യിൽ നിന്നാണ് വിളിക്കുന്നത്. ഏത്? ഇല്ല, ശബ്ദമാണ് കേൾക്കുന്നത്. കാരണം നമ്മളെ മുമ്പിൽ കയറി പോയി. കാരണം ഒരു വണ്ടി പോയി വേറൊരു വണ്ടി ഒപ്പരം പോകാനുള്ള സ്പേസ് അവിടെ ഇല്ല. ചെറിയ റോഡാണ്. വേറൊരു സ്പേസ് അവിടെ കാണുന്നില്ല. വണ്ടി കണ്ടാൽ ആരും കഴിച്ചിലാവില്ല കണ്ടാൽ. എന്നിട്ട് പോലും ലാസ്റ്റ് സമയത്ത് ഫയർഫോഴ്സ് അവിടെ വന്നു. ഓല് കയറ് കെട്ടി ഇറങ്ങി ആ പ്രദേശത്തൊക്കെ ഓല് അരിച്ചു പിറക്കി. പക്ഷെ തമിഴ്നാടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രൂപത്തിൽ അവിടെ ഇടപെട്ടിട്ടുണ്ട്. കാരണം അവിടെ CI ആ സ്പോട്ടിൽ അവിടെ എത്തി. CI പിറകെ ഇന്നോടാ പറഞ്ഞത്, എൻ്റെ വണ്ടി എടുത്ത് വാ. അങ്ങനെ ഇന്നോട് വണ്ടി എടുത്ത് വന്നിട്ട് എൻ്റെ വണ്ടിൻ്റെ ബാക്കിൽ കയറിയിട്ടാണ് പിന്നെ മൂപ്പരെ മുകളിൽ കൊണ്ടുപോയിട്ട് മുകളിൽ നിന്ന് ഫയർഫോഴ്സ് ലൈറ്റ് ഇട്ട വണ്ടിയായിട്ട് താഴേക്ക് പോരുകയാണ്. അതെ, കൊണ്ടുപോകാൻ അപ്പത്തിന് തന്നെ താഴെന്നും മുകളിൽ നിന്നൊക്കെ ആംബുലൻസ് വന്നു. മുകളിൽ നിന്നും വന്നിട്ടുണ്ട്, താഴെന്നും വന്നിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ നിന്നും വന്നിട്ടുണ്ട്. താഴെന്നുള്ള ആംബുലൻസ് 108 വന്നിട്ടുണ്ട്, മുകളിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് എത്തുന്നത് അവിടെ ഫോറസ്റ്ററാണ്. അവിടെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റി. പക്ഷെ മാറ്റാൻ പറ്റുന്നതിലൊക്കെ ആ സമയത്ത് തന്നെ കുറെ സ്ത്രീകൾ എടുത്തായിട്ടുണ്ട്. ഞാൻ ചാലിയത്താണ്, ഞാൻ ബേപ്പൂരാണ്. അപ്പോൾ ഞാനവിടെ ടൂറായിട്ട് പോയതാണ്. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ആംബുലൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അതാ പറയുന്നത്. അത് ഈ തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റ് നല്ല രൂപത്തിൽ അതിൽ ഇടപെട്ടിട്ടുണ്ട്. വേണ്ട രൂപത്തിൽ അവരെ എത്തിയ സമയം മുതൽ ഒരു റെസ്റ്റ് ഇല്ലാതെ അവർ പണിയെടുത്തിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഫസ്റ്റ് നമ്മളവിടെ പിന്നെ പോയ ഫസ്റ്റൊക്കെ തമിഴ്നാട് പോലീസ് നമ്മളോട് പറഞ്ഞു, നിങ്ങളോട് മാറിക്കുന്നുണ്ട്. ഞങ്ങൾ നാട്ടിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം. നാട്ടിലുള്ള ആളുകളെ വിളിക്കുകയാണ്. അപ്പോൾ അവർക്ക് വിവരം കൊടുക്കണം. അപ്പോൾ ഇവിടെയുള്ള ഈ നമ്മളെ നാട്ടിലുള്ള ട്രാവലറിൻ്റെ ഒരു മലയാളിനെ വിളിച്ചപ്പോൾ ഇന്ന സ്പോട്ടിലുള്ള വണ്ടിയാണ് ഇത് എന്ന് പറഞ്ഞ് അവനക്ക് ഞങ്ങൾ വണ്ടി നമ്പറൊക്കെ ആ സമയത്ത് ഞങ്ങൾ അയച്ചു കൊടുത്ത്. അതെ, അന്നേരം ഞങ്ങൾ അയച്ചു കൊടുത്ത നമ്പറാണിത്. ഇതാണ് വണ്ടിൻ്റെ നമ്പർ. ആ നമ്പർ നമ്മൾ ആ സമയത്ത് തന്നെ ഇവർക്ക് അയച്ചു കൊടുത്ത് ഇതാരാണ് ഏവരാണെന്നുള്ളത് അറിയാനും വേണ്ടി.
ഇല്ല ഇല്ല, എൻ്റെ ടൂ വീലർ നമുക്കൊന്നും പിന്നെ കയ്യും കാലൊന്നും പൊന്തണില്ല, ഒരു നടക്കാൻ കഴിയാത്തൊരവസ്ഥ. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ. അല്ല, എൻ്റെ ബാക്കിലാണ്ടേ. ഓ, അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് എന്തായിട്ടില്ല, ആ ഒരു ഇത് വിട്ടിട്ടില്ല. എൻ്റെ പേര് ആരിസ്. ചാലിയത്ത്. കാരണം അവിടെ സ്പേസ് ഇല്ല. ഓരോ വളവിലെത്തുമ്പോഴും ഓരോ ബോർഡുകൾ കാണാം. പക്ഷെ മുകളിൽ നിന്നൊരു വാഹനം കയറി വരികയാണെങ്കിൽ താഴ്ന്നൊരു വാഹനം ശ്രദ്ധിച്ചിട്ട് പോകണം. അത്രയും ഒരു ഡേഞ്ചർ സോങ് ആയ സ്ഥലമാണ് അവിടെ. കാരണം പൊതുവെ അവിടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആ വണ്ടികൾ അതിൽ വിടൽ കുറവാണ്. കാരണം അവിടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി വിടുള്ളൂ. കാരണം നമ്മളെ വണ്ടി അവിടുന്ന് വിടണ സമയത്ത് നേരത്തെ കേരളത്തിലെ ഒരുപാട് വണ്ടികൾ എന്തായിട്ടുണ്ട്, പെർമിഷൻ കൊടുക്കാതെ തിരിച്ചു പോയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് നമ്മൾ മറ്റേ അതെ കാരണം നമ്മൾ വരുന്നതിൻ്റെ മുമ്പായിട്ട് 4-5 വണ്ടി കേരള വണ്ടിയൊക്കെ തിരിച്ചു വിട്ടു, ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചു വിട്ടു. കാരണം അവർ പെർമിഷനുള്ള വണ്ടി മാത്രമാണ്. അത് ഓൺലൈനിലാണ് ആ പെർമിഷൻ എടുക്കുന്നത്, ആ സ്പോട്ടിൽ എടുക്കാൻ കഴിയില്ല. അത്ര ഒരു ഡേഞ്ചർ സോങ് ആയ സ്ഥലം ആയതുകൊണ്ടാണ് ഓരതങ്ങനെ ചെയ്തത്. ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആ വളവെന്ന് വരുമ്പോൾ ശ്രദ്ധിച്ച് പോരാഞ്ഞ ഡേഞ്ചറാണ്. കാരണം അതും മാത്രമല്ല, അവിടെ കെട്ടിയിട്ടുള്ള കെട്ട് ഒരു ഹൈറ്റ് പോരാ. കാരണം അത് കുറച്ചൊന്നും തെങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഇതിലേക്കാ പോണേ. താഴത്ത് ഒരു ഇതുമില്ല, ഒരു മരത്തിന് തടസ്സോ ഒന്നുമില്ല. ഒരു മരത്തിൻ്റെ ദൂരാണെങ്കിൽ ആ മരത്തുമേലെങ്കിൽ പിടിച്ചിക്കാൻ കഴിയും, അതൊന്നുമില്ല. നേരെ താഴേക്കാ പോണേ. ഉണ്ടായിരുന്നു. അവിടെ മലയാളികൾ മറ്റേ കണ്ണൂരത്തെ ഒരു ടീമിനെ കണ്ടു. അതുപോലെ തന്നെ പാലക്കാടുള്ള ഒരു ടീമുണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ട്രാവലറിൻ്റെ ആളുകളാണ്. പക്ഷെ അവരൊക്കെ പരസ്പരം അങ്ങോട്ടും പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇത് കോഴിക്കോട് വണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ കോഴിക്കോട് വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോടുള്ള നമ്മളൊരു സുഹൃത്തിനെ വിളിച്ചപ്പം പറഞ്ഞ് കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചിട്ടുള്ള വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മളത് ആ സ്പോട്ടിലാണ് ഇത് എടുത്തു കൊടുക്കുന്നത്. അതേ പറഞ്ഞേ. കാരണം നമ്മൾ സംഭവിക്കാതായാലും സംഭവിച്ചു പോയി. പക്ഷെ തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റ് നല്ല രൂപത്തിൽ ഇടപെട്ടി. അതൊക്കെ വളരെ സെറ്റപ്പായിട്ട് ഉണ്ടായ ആളുകൾ സെറ്റായിട്ട് ഒരു കൈകാര്യം ചെയ്തു. ഫയർഫോഴ്സ് ലാസ്റ്റ് മുകളിൽ 3 ഉണ്ട്, താഴത്തും ഉണ്ട് ഫയർഫോഴ്സ്. താഴെന്നും വണ്ടിയിൽ ലൈറ്റും കെട്ടിങ്ങാണ്ട് പോരുന്നുണ്ട്, മുകളിൽ നിന്നും ലൈറ്റും കെട്ടി പോരുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസാണെന്നുണ്ടെങ്കിലും ട്രാവലറിന്റെ എതിരെ വണ്ടി വന്നിരുന്നു. അങ്ങനെയാണോ അപകടം ഉണ്ടായത്? അല്ല, ഈ ട്രാവലർ ഇത് ഇതിങ്ങനെ തിരിഞ്ഞാണ്. ഈ തിരിയണതിൽ ആ എയർപിന്നിൽ ഇത് തിരിയണതിൽ ഓനക്ക് ചിലപ്പോൾ എന്തായിട്ടുണ്ടാവില്ല, ഓൻ്റെ. അപ്പോൾ അത് 2 ടയർ മുന്നോട്ട് പോയാൽ പിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ വലിയൊരു കെട്ടൊന്നുമില്ല. ഏകദേശം ഒരു 1.5 അടിയേ ഉള്ളൂ. 1.5 അടി 2 അടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുള്ളൂ. അത്രേ ഉള്ളൂ. ഇല്ല 200 അടി മുകളിലുണ്ടാവും. 200 മുകളിൽ. വാഹനം കണ്ടാല് ആ വളവുന്ന നേരെ താഴേക്കാ പോണേ. ഞാൻ മുകളിലാണ്. ഞങ്ങൾ 16-ാം വളവില് ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. 16-ാം വളവിൽ ഞങ്ങൾ അവിടെ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളെ മുമ്പ് കൂടാണ് പിന്നെ ഒരു പാസ് ചെയ്ത് പോണേ. പിന്നെ ഞങ്ങൾ 14-ലെത്തിന് 13 ഇത് സംഭവിക്കണത്. ഇത് 13 സംഭവിച്ചിട്ട് 10-ലേക്കാണ് ഇത് എത്തുന്നത്. 10 അല്ലെങ്കിൽ 11. ഏത് ഞാൻ കണ്ടത് ഫോട്ടോ എടുക്കാൻ 16-ൽ ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴാണ് കണ്ടത്. ഇല്ല അന്നേരം സംസാരിച്ചു. പക്ഷെ അന്നേരമൊക്കെ ഓരോരുത്തർ ചായന്റെ പാത്രവും അതൊക്കെ ഓരോരുത്തുണ്ട്. ചായന്റെ പാത്രം ഓരോരുത്തുണ്ട്. സ്ത്രീകളാണ് ഒരു കൂടുതൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.